പത്തനംതിട്ട പുളിക്കീഴ് ബിവറേജ് ഔട്ട്ലെറ്റിലെ തീപിടുത്തത്തിൽ 10 കോടിയുടെ നഷ്ടം കണക്കാക്കുന്നതായി ബെവ്കോ CMD ഹർഷിത അട്ടല്ലൂരി. 45,000 കേസ് മദ്യം കത്തി നശിച്ചു. എന്താണ് സംഭവിച്ചതെന്നതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു. ശ്രീരാജ് ബാബു ചേരുന്നു വിവരങ്ങളുമായി. ശ്രീരാജ്, ഒരു വെടിക്കെട്ടിനൊക്കെ സമാനമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതെപ്പോഴായിരുന്നു സംഭവം? 10 കോടിയുടെ നാശനഷ്ടമുണ്ടായി എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. മദ്യത്തിന് തീപിടിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമ്മൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു ദൃശ്യം കാണുന്നത്, അല്ലേ ശ്രീരാജ്? തീർച്ചയായും ലക്ഷ്മി, അല്പസമയം മുൻപാണ് ബെവ്കോ CMD ഹർഷിത അട്ടല്ലൂരി സ്ഥലം സന്ദർശിച്ചത്. ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഏകദേശം 10 കോടിയുടെ നഷ്ടം കണക്കാക്കുന്നു ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ 45,000 കേസ് മദ്യമാണ് ആകെ കത്തി നശിച്ചത്. ഒരു കേസിലാകെ 9 ലിറ്ററാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 40,05,000 ലിറ്റർ മദ്യം ഈ തീപിടുത്തത്തിലൂടെ കത്തി നശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീ പൂർണ്ണമായും നിലവിൽ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ ഗോഡൌണിലുണ്ടായിരുന്നു. മറ്റ് എന്താണ് തീ പിടുത്തത്തിനുള്ള കാരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമാകും വ്യക്തമാകുക എന്നുള്ള കാര്യവും തന്നെ ഹർഷിത അട്ടല്ലൂരി അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് കണ്ടപ്പോൾ പറഞ്ഞു. പിന്നീട് പറഞ്ഞത് 26 ഗോഡൌണുകളാണ് കേരളത്തിലാകെ ഈ ബെവ്കോയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിൽ മുഴുവൻ കേന്ദ്രങ്ങളിലും സുരക്ഷാ പരിശോധനകൾ കർശനമാക്കും, സുരക്ഷാ പരിശോധന നടത്തുമെന്നുള്ള കാര്യങ്ങളും ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു. എന്തായാലും നിലവിൽ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏകദേശം പുലർച്ചെ 3 മണി വരെയും അവിടെ ഫയർഫോഴ്സ് സംഘം എത്തി അവിടെ തീ അണച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ എത്തിയപ്പോൾ പോലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും തീ പൂർണ്ണമായും അണഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ മദ്യത്തിന് തീ പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു രാവിലെയും ഉണ്ടായിരുന്നത്. എന്നാൽ ഈ തീപിടുത്തം ഉണ്ടായതിൻ്റെ കൃത്യമായ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. അത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമാകും അത്തരത്തിലുള്ള കാരണങ്ങൾ വ്യക്തമാകുക. പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് സംഘവും എല്ലാം എത്തി പരിശോധന കൂടുതൽ നടത്തിയ ശേഷമാകും തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമാകുക. ഷോർട്ട് സർക്യൂട്ടാണോ മറ്റ് കാരണങ്ങളാണോ ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം പിന്നീടാകും വ്യക്തമാകുക. ഇന്നലെ ഈ തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരടക്കം പറഞ്ഞിരുന്നു ഈ ബിൽഡിങ്ങിന് തൊട്ട് പുറകിലായി ഒരു ബിൽഡിംഗ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നുമാണോ എന്തെങ്കിലും തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായത് എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ഒരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും മദ്യം കത്തി നശിച്ചുവെങ്കിൽ പോലും ജീവനക്കാർക്ക് ആ സമയം തീപിടുത്തം ഉണ്ടാകുന്ന സമയം ഈ നമ്മൾ ഈ കാണുന്ന എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബിവറേജസ് ഔട്ട്ലെറ്റിൽ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയും ജീവനക്കാർ അടക്കമുണ്ടായിരുന്നു. പക്ഷേ ഈ തീ വരുന്നത് കണ്ട് ഇവർ അവിടെ നിന്ന് ഇറങ്ങി ഓടിയതിനാൽ തന്നെ ആർക്കും അങ്ങനെ കാര്യമായ പരിക്കുകളോ അല്ലെങ്കിൽ തീപിടുത്തത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഈ ബിൽഡിങ്ങിന് പുറവിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് കാണുന്നത് ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മദ്യം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പിരിറ്റ് വലിയ തോതിലുണ്ടായിരുന്നു, വലിയ അളവിൽ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഈ തീപിടുത്തത്തിൻ്റെ ഭാഗമായി ആ ഭാഗത്തേക്ക് കൂടി തീ പടർന്നിരുന്നുവെങ്കിൽ തന്നെ വലിയൊരു ദുരന്തം തന്നെ സംഭവിക്കാമെന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല എന്നത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇത്രയും 10 കോടിയോളം രൂപയുടെ മദ്യം നഷ്ടമായിട്ടുണ്ട്, മദ്യം നശിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായ ഒരു കണക്ക് വരേണ്ടതുണ്ട്, കൃത്യമായ കണക്ക് ലഭ്യമാകേണ്ടതുണ്ട്. വരും സമയങ്ങളിൽ കൃത്യമായ കണക്കെടുക്കുമെന്ന് തന്നെയാണ് അല്പസമയം മുൻപ് ഹർഷിത അട്ടല്ലൂരി അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. ഇന്നലെ രാത്രി 8:30 മണിയോടുകൂടിയായിരുന്നു തീപിടുത്തം ഉണ്ടായി. പ്രദേശവാസികളായ ആളുകൾ തന്നെയാണ് തീപിടുത്തം ഉണ്ടാകുന്നത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് അവർ ജീവനക്കാരെ വിവരമറിയിക്കുകയും പോലീസിലും ഫയർഫോഴ്സിലും അടക്കം വിവരമറിയിക്കുകയും ചെയ്തു. ഏകദേശം 15 മിനിറ്റിന് പിന്നിട്ടപ്പോൾ തന്നെ ഈ ഫയർഫോഴ്സ് സംഘം അവിടെ എത്തുകയും ആദ്യഘട്ട തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്തു. ഏകദേശം ചെങ്ങന്നൂർ തിരുവല്ല യൂണിറ്റ് ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി ഏകദേശം 7ഓളം യൂണിറ്റുകൾ ഇവിടെ എത്തിയാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. പുലർച്ചെ 3 മണി വരെയുള്ള പരിശ്രമത്തിനൊടുവിൽ
മിനിറ്റുകളിൽ മാത്രമാണ് തീ പൂർണ്ണമായും കെടുത്താൻ സാധിച്ചത്. എന്നാൽ ഇന്ന് രാവിലെയും ചെറിയ രീതിയിലുള്ള തീ കത്തുന്നുണ്ടായിരുന്നു. ആ നിലവിലുണ്ടായിരുന്ന മദ്യക്കുപ്പികളിലേക്ക് തീ പടർന്നത് അത് കത്തുന്നുണ്ടായിരുന്നു. അത് എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും നിലവിൽ സ്ഥിതി ശാന്തമാണ്. എന്തായാലും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ളവർ ഹർഷിത അട്ടല്ലൂരി അതുപോലെ തന്നെ ജനപ്രതിനിധികളടക്കമുള്ളവരെല്ലാവരും തന്നെ ഇവിടെ എത്തിയിരുന്നു. സ്ഥിതികളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. കൃത്യമായ കണക്ക് എടുക്കും. കൃത്യമായ കണക്ക് എത്ര രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്, അതുപോലെ തന്നെ എത്ര കേസ് മദ്യമാണ് കത്തി നശിച്ചത് എന്നുള്ളതിലെല്ലാം കൃത്യമായ ഒരു കണക്കെടുക്കുമെന്നാണ് അല്പസമയം മുമ്പ് ഹർഷിത അട്ടല്ലൂരി മാധ്യമങ്ങളോട് പറഞ്ഞത്. ലക്ഷ്മി, ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഹർഷിത അട്ടല്ലൂരിയുടെ വാക്കുകളിലേക്ക് പോവാം. 5 മുതൽ 10 കോടി വരെ ഒരു നഷ്ടമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആയിരിക്കും ഒരു എസ്റ്റിമേറ്റ്. പക്ഷേ ഇത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട്, ബിൽഡിംഗ് ഇൻഷുറൻസ് ഉണ്ട്, സ്റ്റോക്ക് നെയിം ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഇത് ഉടൻ തന്നെ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കിയിട്ട് വി വിൽ ബി അപ്രോച്ചിങ് ദ ഇൻഷുറൻസ് കമ്പനി. ഇപ്പം ഞങ്ങളൊരു എൻക്വയറി നടത്തും. പക്ഷേ ബേസിക്കലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസിൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷനിലാണ്.